അധ്വാനിക്കുന്നവർക്കാണ് ഈ എനർജി ഡ്രിങ്ക് ഒക്കെ. നിങ്ങളിവിടെ എന്ത് മലമറിച്ചിട്ടായി ഇത് പറയണത്? നിങ്ങൾക്ക് ശരിക്കും എന്താ പണി? എനിക്ക് എന്താന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്താ പണി എന്നുള്ളത്? അയ്യോ സത്യമായിട്ടും എനിക്ക് അറിയില്ല റോയിച്ച. എനിക്ക് എന്താ പണി? നിങ്ങൾക്ക് എന്താ ശരിക്കും പണി? അതാ ഞാനും ആലോചിക്കണേ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കൃത്യമായിട്ടൊരു ജോലി വേണമെന്ന്? എന്താ ആവശ്യത്തിന്? എടി 25 വയസ്സിലൊരുത്തന് സർക്കാർ ജോലിക്ക് കയറിയെന്ന് വെച്ചോ, അവൻ കയറിയ ഉടനെ തന്നെ ഒരു 2 വീലർ ലോൺ, ഒരു 4 വീലർ ലോൺ, പിന്നെ ഇമ്മീഡിയറ്റ് ഹൗസിംഗ് ലോൺ എടുക്കും. പിന്നെ ആയുഷ്കാലം മുഴുവൻ ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും. അവൻ ആ ജോലിക്ക് കയറിയ സമയത്തുള്ള അവൻ്റെ ഹെയർ സ്റ്റൈല്, അവൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റൈല്, ഇത് മുഴുവൻ റിട്ടയർ ആവണ ആ സമയം വരെ ബാക്കി ഉണ്ടാവും. എടി ലൈഫിന് സെക്യൂരിറ്റി ഉള്ളൊരു പണിയും ചെയ്യരുത്, ഓപ്പർച്യൂണിറ്റി പോകത്തില്ലേ? അതുകൊണ്ടല്ലേ ഞാനതൊന്നും ചെയ്യാത്തത്. വിവരമില്ല. കർത്താവേ, ഈ നാട്ടുകാരോടും വീട്ടുകാരോടും എന്തിനും ഈ അസോസിയേഷനിലെ ഫ്ലാറ്റുകാരോട് പറയാനായിട്ടെങ്കിലും ഒരു ജോലി എനിക്ക് പറഞ്ഞു തരൂ. മനുഷ്യൻ നാണം കെട്ട് മടുത്തുപോയി. തിങ്കളാഴ്ച ഞാൻ വസ്തു ബ്രോക്കർ, ചൊവ്വാഴ്ച വാഹന ബ്രോക്കർ, ബുധനാഴ്ച നമ്മൾ റെൻറ്റിൻ്റെ ഒക്കെ ബ്രോക്കർ, വ്യാഴാഴ്ച പിന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നാലെ പോകും. വെള്ളിയും ശനിയും പിന്നെ ഞാൻ എന്തായാലും ലീവിലാണല്ലോ. എടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവന്മാർ ആരുണ്ടാക്കണ കേൾക്കുള്ളൂ, കാശ് ഞാൻ ഉണ്ടാക്കുന്നില്ലടി. അയ്യോ, എന്നിട്ട് ഉണ്ടാക്കിയിട്ടതൊക്കെ എവിടെ കൊണ്ട് പൂത്തി വെക്കണേ? എവിടേക്കൊന്നും കാണുന്നില്ലല്ലോ. അത് നമ്മുടെ ലോക്കൽ പ്രതിഭാ ക്ലബിലിരുന്ന് വെള്ളമടിച്ച് ചീട്ട് കളിച്ച് തീരും. ഇടി അന്നാന്ന് കിട്ടുന്ന പൈസ അന്നാന്ന് തീരണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ലൈഫിൽ സെക്യൂരിറ്റി വരും. സെക്യൂരിറ്റി വന്നാൽ പോയില്ലേ, ഓപ്പർച്യൂണിറ്റി ഇല്ല. അവന് സെക്യൂരിറ്റി ബ്രേക്ക് ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം.